ഇസ്രായേൽ ഗാസയിൽ ചെയ്യുന്നതെന്തോ അതാണ് എഞ്ചിനീയറിംഗ് ഡിസ്ട്രക്ഷൻ. മനഃപൂർവ്വവും വ്യവസ്ഥാപിതവുമായി നഗരത്തെ നശിപ്പിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം മുട്ടിച്ച് മനുഷ്യരെ കൊന്നൊടുക്കുകയും അവശേഷിക്കുന്നവരെ ഗത്യന്തരമില്ലാതെ പലായനം ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന നഗരഹത്യ. സിസ്റ്റമാറ്റിക് ഡിസ്ട്രക്ഷൻ ആണ് ഇസ്രായേൽ ഗാസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോംബിട്ട് വാസസ്ഥലങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കുന്നു. അവശ്യ സേവനങ്ങൾ വഴിമുട്ടിക്കുന്നു. പ്രദേശം വാസയോഗ്യമല്ലാതാക്കുന്നു. പുനർനിർമ്മാണം സാധ്യമല്ലാതാക്കുന്നു. പലായനം മാത്രം അവസാന വഴിയാക്കുന്നു. ബോംബിട്ട് തകർത്ത ഗാസയിലേക്ക് ബുൾഡോസറുകൾ അയച്ച് ഇടിച്ചു നിരപ്പാക്കുകയും പോരാഞ്ഞ് കെട്ടിടാവശിഷ്ടങ്ങൾ ഇസ്രായേൽ കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് വിറ്റ് കാശാക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ഡിഫൻസീവ് ഫോഴ്സ്. ഗാസയിലെ 10,000ങ്ങളുടെ ചോരപുരണ്ട മണ്ണിന്റെ കച്ചവടം. തകർത്തു തീരുന്നതിന് മുൻപേ ഗാസയെ മുറിച്ചു വിറ്റ് അവരുടെ ബോംബിട്ട് ചിതറിച്ച മാംസകഷ്ണങ്ങളിൽ പടുത്തുയർത്തുന്ന ലക്ഷറി സൗധങ്ങളും അവരുടെ കണ്ണീരുപ്പ് കലർന്ന കടൽ തീരവും കച്ചവടത്തിന് വെച്ച് അവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കേന്ദ്രമാക്കാൻ അമേരിക്കയുമായി കരാർ സംസാരിച്ച ലാഭവിഹിതം ഉറപ്പിക്കുന്ന അതോറിറ്റേറിയൻ ക്യാപിറ്റലിസത്തിന്റെ ടെസ്റ്റ് റൺ. ഗാസയിൽ ജനിച്ചവരെ അവരുടെ മണ്ണിൽ നിന്ന് ഒട്ടിപ്പായിക്കുന്ന ഇസ്രായേൽ അധിനിവേശത്തിന്റെ മോഡസ് ഒപ്പറാൻഡിയുടെ ചില മനുഷ്യത്വരഹിത വഴികൾ നോക്കാം. 1. കിടപ്പാടമില്ലാതാക്കൽ. തലയ്ക്ക് മുകളിലുള്ള തണൽ ഇല്ലാതാക്കുക. വീടുകളും ഭവന സമുച്ചയങ്ങളും തെരഞ്ഞു പിടിച്ച് ബോംബിട്ട് നശിപ്പിക്കുക. താൽക്കാലിക ടെന്റുകൾ പോലും ഇല്ലാതാക്കുക. തലചായ്ക്കാൻ ഇടമില്ലാതെ തെരുവിലേക്ക് ഇറക്കി വിടുക. അവിടെ ബോംബിട്ടും പട്ടിണിക്കിട്ടും കൊല്ലുക. അവശേഷിക്കുന്നവരെ ജീവനും കയ്യിൽ പിടിച്ച് പലായനം ചെയ്യാൻ നിർബന്ധിക്കുക. 2. സോളാർ പാനലുകൾ, പബ്ലിക് ചാർജിംഗ് പോയിന്റുകൾ തുടങ്ങിയവ ബോംബിട്ട് നശിപ്പിക്കൽ. വംശഹത്യയുടെ ആരംഭത്തിൽ തന്നെ ഗാസയിലെ വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു ഇസ്രായേൽ. സോളാർ പാനലുകളും പൊതു ചാർജിംഗ് കേന്ദ്രങ്ങളുമായിരുന്നു വൈദ്യുതിക്കും വെള്ളം പമ്പ് ചെയ്യുന്നതിനും ഡിവൈസുകൾ ചാർജ് ചെയ്യുന്നതിനുമുള്ള ആശ്രയം. മുറിയാതെ കാത്ത ഗാസയുടെ ലൈഫ് ലൈൻ. സോളാർ പാനലുകൾ ബോംബിങ്ങിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ആ ലൈഫ് ലൈനും തകർക്കലാണ്. വൈദ്യുതിയും വെള്ളവും ഇല്ലാത്ത പൊടിപടലങ്ങൾക്കിടയിൽ ബോംബ് വീഴുന്നതും പേടിച്ച് ജീവനും കയ്യിൽ പിടിച്ച് അലയുന്ന മനുഷ്യർ. മൊബൈൽ മറ്റാശയവിനിമയ സാധ്യതകൾ കൂടി ഇല്ലാതാക്കി കൊടും ക്രൂരതകൾ ലോകം അറിയുന്നതിന്റെ കൂടി അന്ത്യം കുറിക്കൽ. 3. വാട്ടർ ടാങ്കുകൾ നശിപ്പിക്കൽ. 3 നേരം ഭക്ഷണമെന്നത് കിനാവായി മാറിയ മനുഷ്യർക്ക് തൊണ്ട നനയ്ക്കാൻ വെള്ളവുമില്ലാതാക്കൽ. ശുദ്ധജലം മുട്ടിക്കൽ. ഭൂമി പോലെ പ്രതീക്ഷകളും വരണ്ടുപോയ മനുഷ്യർക്ക് മരണസമയത്ത് പോലും ഒരിറ്റു വെള്ളം കിട്ടാതാക്കുന്ന കൊടിയ പാതകം. 4. അഭയകേന്ദ്രങ്ങളായി മാറിയ സ്കൂളുകൾ ഒഴിപ്പിക്കൽ. ഇസ്രായേൽ ബോംബിങ്ങിൽ വീടുകളും മറ്റ് ഭവന സമുച്ചയങ്ങളും തകർക്കപ്പെട്ട മനുഷ്യർക്ക് തലചായ്ക്കാൻ അവസാന ആശ്രയവും അഭയകേന്ദ്രങ്ങളുമാണ് പണ്ടേ പഠനം നിലച്ചുപോയ സ്കൂളുകൾ. അവിടെ നിന്നും ആളുകളെ ഒഴിപ്പിച്ച് കൂട്ടമായി തകർന്ന തെരുവുകളിലേക്ക് ഇറക്കി വിടുന്നു. ഒന്ന് തലചായ്ക്കാൻ ഇടം തേടി കുട്ടികളുമായി ദിവസങ്ങളോളം ഷെൽ വർഷങ്ങൾക്കിടയിലൂടെ അലഞ്ഞിട്ടും ആ ഇടം കിട്ടാതെ മനുഷ്യർ മരിച്ചു വീഴുന്നു, പലായനം ചെയ്യുന്നു. ആവശ്യത്തിന് സംവിധാനങ്ങൾ പോലും ഇല്ലാതെ അവശേഷിക്കുന്ന ബോംബ് ഭീഷണിയിൽ നിൽക്കുന്ന ആശുപത്രികൾ പ്രവർത്തിക്കുന്നത് 250% കപ്പാസിറ്റിയിലാണ്. വ്യവസ്ഥാപിത വംശീയ ഉന്മൂലനത്തിനിടയിൽ കരുതിക്കൂട്ടി നടപ്പിലാക്കുന്ന തന്ത്രങ്ങളിലൂടെ ഗാസയിൽ പലസ്തീനികൾക്ക് ജീവിതം തന്നെ അസംഭവ്യമാക്കാനുള്ള തന്ത്രങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന മനുഷ്യാവകാശ പ്രവർത്തകരുടെ വാക്കുകൾക്ക് ഇനിയും തെളിവുകൾ ചോദിക്കരുത്. നിശബ്ദത പോലും മൗനാനുവാദമാകുന്ന കാലത്ത് അത് തിരിച്ചറിയുന്ന മനുഷ്യത്വമുള്ള മനുഷ്യരായവർ ഗോളാന്തരം പ്രതിഷേധമുയർത്താൻ തയ്യാറാകുന്നു. അവർക്ക് ഇസ്രായേൽ ചെയ്യുന്ന വംശഹത്യക്ക്, സമൂല ഉന്മൂലന ശ്രമങ്ങൾക്ക്, ക്രൂരപീഡനങ്ങളുടെയും പാതകങ്ങളുടെയും മനുഷ്യാവകാശ നിയമലംഘനങ്ങളുടെയും പതിറ്റാണ്ടുകൾ നീണ്ട ചരിത്രമുണ്ടെന്നറിയാം. അവർക്ക് ചരിത്രം ആരംഭിക്കുന്നത് 2023 ഒക്ടോബറിന് ശേഷമല്ല. അതിനുശേഷമുള്ള ഹ്രസ്വ ചരിത്രത്തിലേക്ക് മാത്രം മൂളിയിട്ട് ഇസ്രായേലിന് വേണ്ടി ഗ്വാഗ്വ വിളിക്കുന്നവർക്ക് ഗാസയുടെ ചോരയുടെ പങ്ക് പറ്റാനുണ്ട്. അത് ഭൗതികമായി മാത്രമല്ല. ഇസ്രായേൽ ഇതൊക്കെ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ആ ചിരി സ്പോൺസർ ചെയ്ത് വെടിനിർത്താനുള്ള ശ്രമങ്ങളും വീറ്റോ ചെയ്ത് അമേരിക്ക ഊറിച്ചിരിക്കുകയാണ്. അപ്പുറത്ത് അധിനിവേശാനന്തരം ഗാസയുടെ പൂർണ്ണ കുരുതിക്കും അപ്പുറം കാത്തുനിൽക്കുന്ന സാമ്രാജ്യത്വ മോഹങ്ങൾ, ക്യാപിറ്റലിസ്റ്റ് ലാഭങ്ങൾ അവരെ മതിപ്പിക്കുന്നുണ്ട്.
വംശഹത്യക്കപ്പുറം ഒന്നുമില്ല. വംശഹത്യയെ നിങ്ങൾ കാര്യമാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അവശേഷിക്കുന്നുമില്ല.